ന്യായമായ പ്രായോഗികമായ ഒരു സിദ്ധാന്തത്തെ ഇസ്ലാം മുന്നിൽ വെച്ച് എന്തിനും നന്നാകണം. ഈ ലോകത്തെ ജീവിതം കൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവിതമുണ്ടെന്ന പഠനത്തിലൂടെ അതല്ല, ഈ ലോകത്തെ ജീവിതം കൊണ്ട് ഇത് അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം 115-ാമത്തെ വാചകമാണ്. മനുഷ്യരെ നിങ്ങൾ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഖുർആനിന്റെ 75-ാം അധ്യായം സൂറത്ത് ഖിയാമ 36-ാമത്തെ വചനമാണ്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. അല്ലയോ മനുഷ്യരെ, ഔദാര്യമുടയവനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച ഘടകം എന്താണ്? നിന്നെ സൃഷ്ടിച്ചില്ലേ, നിന്നെ വ്യവസ്ഥപ്പെടുത്തിയില്ലേ, ഗർഭപാത്രത്തിൽ നിന്നെ വളർത്തിയില്ലേ, എന്നിട്ട് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നില്ലേ? ഈ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിച്ച് പഠിച്ച് ഇതിന്റെ പിന്നിലൊരു സൃഷ്ടാവിനെ നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? വല്ലാത്തൊരു ചോദ്യം. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൂടെ? പഠിപ്പിക്കുന്നുണ്ടോ? H2O, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളമുണ്ടാകും. ഓക്സിജൻ സ്വയം കത്തുന്ന വാതകമാണ്, അല്ലെ? ഹൈഡ്രജൻ സ്വയം കത്തുന്ന വാതകമാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. രണ്ടു കൂടി ചേർന്നാൽ സ്ഫോടനമാണ് ഉണ്ടാകേണ്ടത്, പക്ഷെ വെള്ളമായി തീരും. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളം ആരാ നിങ്ങൾക്കത് നൽകിയത്? ആരാണത് നൽകിയത്? അവനെയാണ് ഇസ്ലാം അല്ലാഹ് എന്ന് വിളിക്കുന്നത്. അവനെയാണ് അല്ലാഹ് എന്ന് വിളിക്കുന്നത്. അന്തം തമഹപ്രവിശുദ്ധിയെ സംബുദ്ധ്യമുപാസതേ തദോബുയൈവദേ ഇത് സംബുദ്ധ്യാമൃതഃ. ഈശാവാസുപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകമാണ്. ദൈവേതരരെ നിങ്ങൾ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ പതിക്കുമെന്നാണ് പറയുന്നത്. തമേവ ശരണം ഗച്ഛ സർവപാപേന ഭാരത കൽപസാദാത് പരവിശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം ഹദോവ പ്രാപ്സ്യസി സ്വർഗം ജിതോവാ ബോക്ഷസ്യ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, സ്വർഗമുണ്ട് എന്ന് പറയും. ഏതാണ് ആ സ്വർഗം? ബദർ യുദ്ധത്തിൽ ഒരു യുവാവ് ഈട്ടപ്പഴം കുറിച്ചുകൊണ്ടിരിക്കവേ, ഞാനിത് ഉപേക്ഷിച്ച് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ, രക്തസാക്ഷിയായാൽ, ധർമ്മത്തിന് വേണ്ടി മരിച്ചാൽ എനിക്ക് എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് ദഖലൽ ജന്ന, സ്വർഗത്തിൽ പോകും. ഏതാണ് ആ സ്വർഗം? ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പാണല്ലോ. ഗിബ്ബൺ ഇസ്ലാമിന്റെ വിമർശകനായിരുന്നു. യൂറോപ്പിലെ കുത്തഴിഞ്ഞ ബർബറുകളുടെ ജീവിത കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. എന്തേ അദ്ദേഹത്തിന്റെ ദൗത്യം ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറാ. 33-ാം അധ്യായം 45-46 വചനം. ഓ പ്രവാചക മുഹമ്മദേ, അങ്ങ് ലോകത്തിന് സാക്ഷിയാണ്, അങ്ങ് മാതൃകയാണ്, അങ്ങയുടെ രഹസ്യവും പരസ്യവും പരിശുദ്ധമാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. 68-ാം അധ്യായം 4-ാമത്തെ വചനം. ലോകത്തിലെ ഏറ്റവും സ്ഫുടം ചെയ്ത സംസ്കാരത്തിന്റെ മകുടോദാഹരണമാണ് അങ്ങ്. നരകത്തെ കുറിച്ചുള്ള താക്കീത്, സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത. വദാഇയൻ ഇലല്ലാഹ് ബിഇദ്നി വസിറാജൻ മുനീറാ. റബ്ബിലേക്കുള്ള ക്ഷണം. ഇന്ന് നിങ്ങൾ നോക്കേ, ഉസ്താദുമാർ നടക്കുന്നത് എന്തിനാ? ചിറ്റടമീത്തൽ അബൂബക്കർ, CM അബൂബക്കർ, CM മടവൂർ, അദ്ദേഹമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. മുദബ്ബിറുൽ ആലം അദ്ദേഹമാണെന്ന വേഗം തൂക്കി പിടിച്ച് പാളക്കിതാബുകളും തൂക്കി സ്റ്റേജുകളിൽ കയറി 15,000-30,000 വാട്സ് സൗണ്ട് സിസ്റ്റത്തിൽ അവരെന്തേ പ്രസംഗിക്കുന്നത്? അള്ളാഹിനെ കുറിച്ചാണോ? അള്ളാഹുവിന്റെ ആധിപത്യത്തെ കുറിച്ചാണോ? അള്ളാഹുവിന്റെ രാജാധികാരത്തെ കുറിച്ചാണോ? അബൂജഹലിനോട് പോലും കാര്യങ്ങളുടെ നിയന്ത്രണം ആർക്കാണെന്ന് ചോദിച്ചാൽ എന്ന് സങ്കോചമില്ലാതെ പറഞ്ഞാലാണ് അബൂജഹൽ. പക്ഷെ ആധുനിക അബൂബക്കറിനോട് ആരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ചോദിച്ചാൽ CM മടവൂരാണെന്ന് പറയുന്ന വിവരക്കേട് ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ജനത ഉണ്ടാവില്ല. ചില്ലറ വാക്കല്ല.
12-ാം അധ്യായം 108-ാമത്തെ വചനം. നബിയേ, ലോകത്തോട് പറ, ഞാൻ എന്റെ റബ്ബിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ബാലനെ, സുരേന്ദ്രനെ, ജോർജിനെ, ദേവദാസിനെ, 800 കോടി മനുഷ്യരെ സൃഷ്ടിച്ച പടച്ചവനിലേക്ക് പശ്ചാത്തലമില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ആരെങ്കിലും മടവൂരിലെ CM-നെ അറിയോന്ന് ചോദിച്ചാൽ ലണ്ടനുകാരൻ എന്ത് മടവൂര് ഉള്ളാളം നിങ്ങളെ അറിയോന്ന് പാകിസ്ഥാനോട് ചോദിച്ചാൽ ഓൻ എന്തുള്ളാളം. ലോകത്തിന്റെ ഓരോ പഞ്ചായത്തിലെ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരെ അള്ളാഹുവിലേക്കാണ് ക്ഷണം. ഖുർആന്റെ 31-ാം അധ്യായം 10-11 വചനം. എന്ന് അവരോട് വരാൻ പറയാൻ. ولا تجادلوا أهل الكتاب إلا بالتي هي أحسن ادع إلى سبيل ربك بالحكمة والموعظة الحسنة ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. 16-ാമത്തെ 125-ാമത്തെ വചനം, 3-ാമത്തെ 64-ാമത്തെ വചനം, 29-ാമത്തെ 29-ാമത്തെ വചനം റബ്ബിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. വലഖദ് ബാസിന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ അബ്ദുല്ലാഹ് വജ്തനിബു താഗൂത്ത്. വിളിച്ചത് അല്ലാഹുവിലേക്ക്. നമ്മളോ നമ്മുടെ ശൈഖന്മാരിലേക്കാണ്, ദർഗയിലേക്കാണ്, ആത്മീയ കച്ചവടത്തിലേക്കാണ്, സലാത്ത് വാർഷികത്തിലേക്കാണ്. സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക എന്ന കർമ്മമല്ലാതെ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നു. ആര്? പണ്ഡിത പുരോഹിതന്മാർ. അല്ല പറയാ 9-ാം അധ്യായം 34 അതവിടെ നടക്കുന്നത്. പണ്ഡിത പുരോഹിതന്മാർ കോടികൾ സമ്പാദിക്കുന്നു. ആധുനികളോ മനുഷ്യരെന്നാകൽ അവരുടെ ലക്ഷ്യമല്ല. അത്ഭുതം തോന്നാറുണ്ട്, എന്തൊക്കെ പറയാനുണ്ടെന്ന ലോകത്ത്. പക്ഷേ ടോപ്പിക്കുകളില്ല ആളുകൾ. എല്ലാ മുസ്ലിം സംഘടനകളിലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. എത്ര പ്രോഗ്രാമുകളാണ്. ആരെയും മുന്നേ കണ്ടിട്ടില്ല. പടച്ചോനെ മുൻനിർത്തി ജനങ്ങളെ ഞങ്ങൾ വിളിക്കുന്നു കിതാബിലേക്ക്. അലിഫ് ലാം റാ കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അല്ലാത്തൊരു വാക്കല്ലേ അത്. സൂറത്ത് ഇബ്രാഹിം 1-ാം അധ്യായം 14-ാം അധ്യായം. ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക്. നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ? അവർക്ക് നരകമുണ്ടെന്ന് നമുക്കറിയാം. മനുഷ്യകുലത്തിൽ തിന്മ ചെയ്ത ആരായാലും അവർക്ക് നരകമുണ്ടെന്ന് നമുക്കറിയാം. സൂറത്തുൽ ലൈൽ 92-ാം അധ്യായം 14-ാമത്തെ വചനം. നരകത്തെ കൊണ്ട് താക്കീത്. അങ്ങനെ മനുഷ്യർ നന്നായത്. അങ്ങനെ അവര് നന്നായത്. മായിസറന്നാനും വ്യഭിചരിച്ചു. യുവാവായിരുന്നു. കണ്ണുകൾ ഉള്ളോട്ട് തള്ളി, കവിൾത്തടങ്ങൾ വലിഞ്ഞു മുറുകി, പടച്ചവനെ പേടിച്ചിട്ട് കരഞ്ഞു. റസൂലിന്റെ മുമ്പിലേക്ക് കുറെ ദിവസം വന്നില്ല. എന്റെ കാരണം വ്യഭിചരിച്ചു പോയതാണ് കാരണം. വെടിവിക്കുന്ന സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞിട്ടാണ് മായിസറന്നാൻ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മായിസ മദ്യപിച്ചിട്ടുണ്ടോ? മായിസ വ്യഭിചരിച്ചു. അത് സ്വബോധത്തോടു കൂടിയാണോ പറയുന്നത്? അവര് പറഞ്ഞില്ല, മദ്യപിച്ചിട്ടില്ല. വീണ്ടും റസൂൽ ചോദിച്ചു, മായിസേ നമസ്കരിച്ചിട്ടില്ലേ? നമസ്കരിച്ചാൽ തിന്മണ്ടാവൂല. യഥാർത്ഥ നമസ്കാരമാണോ? തിന്മണ്ടാവൂല. കാരണം 29-ാം അധ്യായം സൂറത്ത് അൻകബൂത്ത് 45-ാമത്തെ വചനം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. വെറുക്കപ്പെട്ട നീചമായ കാര്യത്തിൽ നിന്ന് നമസ്കാരം മനുഷ്യനെ സ്ഫുടം ചെയ്യും. കുട്ടിക്കാലത്തിന്റെ മക്കളെ നിസ്കരിപ്പിച്ചോ? രക്ഷപ്പെടും, ഉറപ്പിച്ചു. മോളും മോനും നമ്മുടെ കൂടെ നിസ്കരിക്കുന്നുണ്ടോ? ഉമ്മമാരെ, നിങ്ങളുടെ തൊട്ട് കൂടെ നിന്ന് നിങ്ങളുടെ മോള് നിസ്കരിക്കുന്നുണ്ടോ? 7-ാം വയസ്സിൽ മകനെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയോ? എങ്കിൽ നാട് നന്നാകും. ഇല്ലെന്നോ? നമ്മൾ നാട്ടുകാര് ഓരൊക്കെ അങ്ങനല്ല. നമ്മൾ അല്ലാത്ത എന്താ ഈ പ്രസംഗത്തിന്റെ കണ്ടന്റ്? സൂറത്ത് തഹ്രീം 66-ാം അധ്യായം 6-ാമത്തെ വചനം. അതിൽ പറയുന്നത് എന്തറിയോ? എന്തായാലും പറയുന്നത്, അതിൽ പറയുന്നത് സ്വന്തത്തെ നരകത്തിൽ നിന്ന് കാത്തോളണം. കുടുംബത്തെ, ഭാര്യയെ, ഭാര്യയുടെ വേഷം എന്താണ്, വസ്ത്രം എന്താണ്,
ഇവിടെ തുണി എടുക്കാത്തതിന്റെ പേരിൽ ആർക്കും പരാതിയില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു മുസ്ലിം വലിയ കുടിയണ്ടറാണ് അത്രേ, ഏത് ജില്ലയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അയാൾക്ക് ഏറ്റവും വലിയ പരിഭവം സ്ത്രീകൾ പറന്നിടുന്നില്ല. അയാളമ്മ ഇട്ടിട്ടല്ല, അയാളമ്മ പാവാടെടുക്കാത്ത കാലം ഉണ്ടായിരുന്നു അല്ലേ? പാവാടെടുക്കാത്ത കാലം ഉണ്ടായിരുന്നു, അവിടെ കാച്ചിട്ടുണ്ടെടുത്ത കാലം ഉണ്ടായിരുന്നു. അതെന്താ അയാൾ പറയാത്ത? നാട്ടിൽ ഓരോ നന്മ ഉണ്ടാകാൻ മുമ്പില്ല എന്നുള്ളതുകൊണ്ടാണോ ഒരു നന്മ തിരസ്കരിക്കേണ്ടത്? ആണോ? വലിയ ബുദ്ധിജീവി ആളുകളെ കയ്യടി കിട്ടുക. എന്തിന് PMA ഗഫൂർ എന്നറിയ കയ്യിൽ എല്ലാവർക്കും ഓനെ ഇഷ്ട. എന്താ ഇഷ്ടം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതേ പറയൂ. ഓനെ തിന്മക്കൊന്ന് സപ്പോർട്ട് ഉണ്ടായിക്കോ. ഓന്റെ പ്രസംഗത്തിലൊരു പ്രസംഗ കല്യാണം ഒന്നും ഇപ്പൊ കഴിക്കണ്ടെന്ന് പെൺകുട്ടികളോടെ. ഒരു മതത്തിന്റെ പേരിൽ നിലന്നോന, ഒരു മതത്തിന്റെ പ്രസിദ്ധീകരണാലയത്തിൽ പുസ്തകം ഇറക്കുന്നോന. ഓന്റെ അപജയം എവിടെയാ? ചിന്തിക്കണം. എല്ലാ തോന്നിയാസത്തിനും പച്ചക്കൊടികൾ വിധി എന്നുണ്ടോ നാം ഉത്തരം? അപ്പൊ ആളുകൾക്ക് പഠിപ്പിക്കേണ്ടതല്ല പഠിപ്പിക്കുന്നത്, കരിഞ്ചന്ത നടത്തുക മതത്തിന്റെ പേര്. മനുഷ്യർ നന്നാകണോ? എളുപ്പമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചോന്റെ വചനം ചൊല്ലിക്കൊടുത്താൽ ലോകത്തിലെ എല്ലാ പുസ്തകവും വായിക്കും, ഖുർആൻ വായിക്കില്ല. ഞാൻ പറഞ്ഞ കക്ഷികളൊക്കെ എത്ര ആയത്തോതും, എത്ര ഹദീസോതും? 100 യൂറോപ്യന്റെ പുസ്തകം ധരിക്കുന്നതിനിടയിൽ ഒരായത്. അല്ല പറയുന്നതോ? അല്ല പറയുന്ന ഈമാൻ ഉണ്ടാക്കാനുള്ള മാനദണ്ഡം എന്താ അറിയോ? ഇപ്പൊ ഈ ഇരിക്കുന്ന നിങ്ങളും നന്നാകണം, ഞാൻ നന്നാകണം. അതിനെന്താ വഴി? അല്ല പറയണം, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉണ്ടോ? മോട്ടിവേഷൻ എന്നിട്ടേ ഇപ്പൊ നടക്കണമെന്ന് മോട്ടിവേഷൻ അല്ല, ഒക്കെ കൊയനാട്ട കുത്തുന്ന ക്ലാസ്സുകളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? നല്ല ബുദ്ധിജീവിയാന്ന് എല്ലാവരും വിചാരിക്കുന്നത്. അല്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെ അന്ന് പറയുന്നത് അങ്ങനെയാ. 8-ാം അധ്യായം 2 പറയുന്നത് ആയത്തോതിയിട്ട ജനത നാട്ടിയത്. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, കേരളത്തിൽ അറിയപ്പെട്ടൊരു പ്രവാസിനിയാണ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ, ഞങ്ങൾക്ക് തെറ്റാറുണ്ട്. ഞാനൊരു പ്രഭാഷണത്തിൽ പറഞ്ഞു, അല്ലാമ ഇക്ബാൽ എന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താക്കിയിരുന്നു? ആൾ ജനിച്ചില്ല, പക്ഷെ ഖുർആൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു. ഹദീസ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. 3 മണിക്കൂർ പ്രസംഗിച്ചാൽ നോമ്പിന്റെ രാത്രിയിൽ എല്ലാവരെയും വിളിച്ചിരുത്തി ഒരു പ്രസംഗം നടത്തിയാൽ അതിലൊരു 15 ആയത്തെങ്കിലും ഓതുക. അതൊരു ഇസ്ലാമിക സമൂഹത്തിന്റെ ഐഡന്റിറ്റി അല്ലേ അത്? ഞാൻ തുടക്കത്ത് പറഞ്ഞ വാചകം, ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ നന്നാക്കുക. അത് ഇവിടെ ഇല്ല. ഖുർആൻ ഓതിയിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടോ? തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന പുസ്തകം ജൂതനല്ല എഴുതിയത്, ഒരു മൈലിയാരാ. ഖുർആനിന്റെ അർത്ഥം പഠിപ്പിക്കുന്നതിനെ തൊട്ട് ജനങ്ങളെ തടുക്കുന്ന ഗ്രന്ഥം നിങ്ങൾ പഠിക്കരുത് എന്ന് പറയുന്ന ഗ്രന്ഥം നിങ്ങൾ വിചാരിക്കും ജൂതൻ എഴുതി, അല്ലെങ്കിൽ തലയെക്കെട്ടൊരു മൈലിയാരാ. അവിടെയാണ് നമ്മളുള്ളത്. റസൂല് ഖുർആൻ ഓതി, റസൂല് ഖുർആൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു ജനത രൂപപ്പെട്ടു എന്നാണ് നെഹ്റു പറയുന്നത്. മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ എന്നാണ് നെഹ്റു പറഞ്ഞു. 23 കൊല്ലം കൊണ്ട് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു വിഭാഗം, അങ്ങനെ ഒരു സമൂഹം. നിങ്ങൾ ആലോചിക്കും, മായിസ് റളിയല്ലാഹു നബിയുടെ മുമ്പിൽ വന്ന രംഗത്തിന്റെ തുടക്കം ഞാൻ പറഞ്ഞു. ഒടുക്കണ്ടായത് അദ്ദേഹം പറയുന്നുണ്ട്, നബിയെ, നരകത്തിൽ വ്യഭിചാരികൾക്കുള്ള ശിക്ഷ നിങ്ങളാണ് എനിക്ക് പഠിപ്പിച്ചെന്ന്. അത് തടുക്കാനും താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല, അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലണം. ഇനി സ്ത്രീകൾ ചിന്തിക്കും, മറുഭാഗത്തൊരു സ്ത്രീ ഉണ്ടാവുമല്ലോ, ഒരു പുരുഷൻ വ്യഭിചരിച്ച ഒരു സ്ത്രീ ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല മായിസ് ആരാ പെണ്ണ്, ആരാ പെണ്ണിന് ചോദിച്ചില്ല. പക്ഷെ ആ പെണ്ണ് വന്നു റസൂലുള്ളാഹിന്റെ മുമ്പിൽ. മായിസ് കൊല്ലപ്പെട്ടതിന് ശേഷം ഈ വനിത വന്നു. എന്നിട്ട് ഈ വനിത പറഞ്ഞു, എന്നെ ശുദ്ധീകരിക്കണം, ഞാനാണ് മായിസിന്റെ കൂടെ ആ തെറ്റുകാരി. ഒരു കൈ മാത്രം അടിച്ച ശബ്ദം ഉണ്ടാവില്ല, ഞങ്ങൾ 2 പേരും ആ തെറ്റിച്ചു, അതിലൊരാളാണ്. ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞു. ഇനി സ്ത്രീകൾ ഓർക്ക്, എന്നൊരു തെറ്റ് ചെയ്താൽ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ മറക്കുക, നമുക്ക് അതൊരു വിഷയമല്ല. എന്നിട്ട് നമ്മൾ നിസ്കരിക്കേണ്ട, നോമ്പ് വിൽക്കേണ്ട, എല്ലാം ചെയ്യും. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ സ്ത്രീ പറയാണ്, നബിയെ എന്നെ എറിഞ്ഞു കൊല്ലണം. അവരുടെ മനസ്സിൽ എന്തായി? മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചുള്ള ബോധ്യമായി.
ഞാൻ പറയും, നിങ്ങൾ മെഡിക്കൽ കോളേജിലായി നമ്മുടെ വിദ്യാർത്ഥികളുടെ സമ്മേളനം വരാൻ പോകണമേ ഇല്ലേ, പെരിന്തൽമണ്ണയിൽ, നമ്മുടെ തൊട്ടടുത്ത് 3/4 മണിക്കൂറുണ്ട് നമ്മൾ എത്തുന്ന നമ്മുടെ പെരിന്തൽമണ്ണയിൽ. അതിലൂടെ നമ്മൾ എന്താ പറയാൻ വിചാരിക്കുന്നത്? ക്യാമ്പസിൽ നടക്കുന്ന സകലമാന കൊള്ളരുതായ്മകൾക്കെതിരെയും മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം, ധർമ്മബോധം പാലിക്കുന്ന ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വിദ്യാഭ്യാസ വിദഗ്ധന്മാർ, പ്രൊഫസർമാർ നമുക്കുണ്ടാകണം. നാടിനെ സേവിക്കുന്ന പൗരന്മാരുണ്ടാകണം. സുഗതകുമാരി ടീച്ചർ പറഞ്ഞ പോലെ, മോനെ ബോംബെയിൽ നീ പഠിക്കുമ്പോ മോനെ കഞ്ചാവിന്റെ അതുപോലെ വ്യഭിചാരത്തിന്റെ തോന്നിയാസങ്ങളുടെ പറുദീസയാണ് മോനെ ബോംബെ. ഉയർന്ന ശിരസോടെ തെളിഞ്ഞ അഭിമാനത്തോടെ എന്റെ മോനെ നിനക്ക് ജീവിക്കാൻ കഴിയണം, ചുറ്റിലും അധർമ്മങ്ങൾ നിന്നെ വേട്ടയാടും മോനെ എന്ന് സുഗതകുമാരി ടീച്ചർ സ്നേഹപൂർവ്വം അമ്മ ആ ലേഖനം ഞങ്ങളൊക്കെ പഠിച്ചിരുന്നു. SLCക്ക് വർഷങ്ങൾക്ക് മുമ്പാണ്, ഇടവണ്ണ GHS വെച്ചാണ് ഞാൻ പഠിച്ചത്. പരീക്ഷയില്ല, ഞാനിന്ന് അവിടെ പോവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ എന്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിന്റെ മകളുടെ കല്യാണത്തേറ്റില്ല. ഞാൻ പറയുന്നത്, നമ്മളൊക്കെ അത് പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിൽ ജനിച്ചവർ ഒരുപാട് തിന്മകളിൽ രക്ഷപ്പെട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾ എന്താകും? എന്റെയും നിങ്ങളുടെയും മക്കൾ എന്താകും? ആ സ്ത്രീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, നീ ഗർഭിണിയാണ്, പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞു. നോക്കണേ, 10 മാസം കഴിഞ്ഞിട്ടാണല്ലോ പ്രസവം. അപ്പോഴും ഈ സ്ത്രീ 10 മാസം കടന്നു പോകാൻ ദുആ ചെയ്യുക. ഇതിന് ശിക്ഷ ഏറ്റുവാങ്ങാൻ ദുനിയാവെന്ന് പരലോകത്തെ ശിക്ഷ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ആലോചിക്കാനാണ്. പരലോകത്തെ ശിക്ഷ സഹിക്കാനാവാത്തത് കൊണ്ട് എന്നിട്ട് പ്രസവിച്ചിട്ട് ചോരക്കുഞ്ഞിനെയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നു. അവര് ശിക്ഷ നടപ്പാക്കണമെന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, പറ്റില്ല, ചെറിയ കുട്ടിയാണ്, മുല കൊടുക്കേണ്ട പ്രായമാണ്, അവന്റെ അവകാശമാണ്, ഉമ്മ കൊടുക്കേണ്ടതാണ്, ഉമ്മയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് കുട്ടിക്ക് 2 കൊല്ലം മുല കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ 2 വർഷവും 10 മാസവും കഴിഞ്ഞു. ആ കുട്ടിയുടെ വായിൽ ഒരു റൊട്ടി കഷ്ണം വെച്ചുകൊണ്ട് ആ സ്ത്രീ വന്നു. ഇനി രക്ഷയില്ല, ആ സ്ത്രീ എറിഞ്ഞു. പേടിയായിരുന്നു അവർക്ക് പരലോകം, നരകത്തെ കുറിച്ച് ഭയപ്പാടായിരുന്നു. അതാണ് എന്നായത്തോതിയിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് മിഹ്റാബിൽ ബോധം കെട്ട് വീണു. ആളുകൾ ചുറ്റിലും ചെന്നു. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാവക്കയത്തിൽ വാക്യ വായിച്ചിട്ട് 1 മാസക്കാലത്തോളമാണ്, അതോ സൂറത്ത് തൂറോ, എനിക്ക് സംശയമുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പനിച്ചത്. നരകത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, ഒറ്റപ്പെടുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കരഞ്ഞുകൊണ്ട് എന്നായത്ത് കേട്ട് സഹാബി വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് ഭാര്യ കരഞ്ഞ അദ്ദേഹം ചോദിച്ചു, എന്തിനാ നീ കരഞ്ഞത്? നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നിങ്ങൾ കരഞ്ഞപ്പോ ഞാൻ കരഞ്ഞതേ നരകത്തിന്റെ വക്കിൽ ഒറ്റക്ക് വരുന്നതിനെ കുറിച്ച് ഓർത്ത് കരയുകയായിരുന്നു. ഒറ്റക്ക് അവിടെ വരിക. ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാർ അവർ നരകത്തിൽ കിടക്കാൻ ആജ്ഞാപിക്കപ്പെടും. ഫിറൗനിന്റെ ഭാര്യ 66 അധ്യായം 10, 11, 12 വാചകങ്ങൾ വായിക്കും. അവിടെ പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ചും പ്രവാചകന്മാരുടെ ഭാര്യമാരായിട്ടും നരകത്ത് പോയതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ ചുമക്കാത്ത ലോകം വരാനുണ്ട്. ആളുകൾ പടച്ചൊന്ന ഈ ശരീരം, ഹാർട്ട്, ലിവർ, കിഡ്നി, ഹൃദയത്തിലേക്കുള്ള വാൽവ്, ജീവിതം മുഴുവനും നന്മയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച മനുഷ്യനായിരുന്നു ഹാരിസ് ഇബ്നു സലീം. രോഗിയായി വിശ്രമത്തിലാണ്. ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴലിൽ സംഭവിച്ചിട്ടുള്ള ഒരു രോഗം കൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാനാകാത്ത അവസ്ഥ. നന്മ മാത്രം ലോകത്തോട് സംസാരിച്ചു അദ്ദേഹം. ഞാൻ പറയുന്നത്, ഈ അവയവങ്ങളോട് രചനാപരമായി പെരുമാറാനുള്ള അവകാശം നമുക്കുണ്ട്. നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ കൊല്ലരുത്. കഞ്ചാവ് കൊണ്ട് നടക്കുന്നതാ, പെറ്റനിങ് കൊണ്ടുണ്ടാകുന്നതാ, മദ്യപാനം കൊണ്ടുണ്ടാകുന്നതാ, അമിതഭോജനം കൊണ്ടുണ്ടാകുന്നതാ, പെപ്സി കഴിക്കുന്നതിൽ ഉണ്ടാകുന്നതാ, കോള കുടിക്കുന്നതിൽ ഉണ്ടാകുന്നതാ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരിച്ചു, മുസ്ലിം പെൺകുട്ടി. കാരണം അവിടെ ചുണ്ടിൽ നിരന്തരമായവൾ ലിപ്സ്റ്റിക് ഇട്ടു. തീർന്നില്ല. ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം.
വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തേത് ലേസ്, അത് മാത്രമായിരുന്നു ആ കുട്ടി തിന്ന. പ്രായപൂർത്തിയൊരു പെൺകുട്ടി 5ഉം 10ഉം ലേസാണ് തിന്ന ഡെയിലി. ആ കുട്ടിയുടെ വയറിലെ ആന്തരിക അവയവങ്ങൾ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് പോലെ ആയിരിക്കും. എന്താ ലേസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കാ, ഭക്ഷണമല്ല അത്. അതൊരു പ്ലാസ്റ്റിക്കാണ്. ഉപ്പിട്ടൊരു തരം ഉപ്പും മുളകും ചേർത്തൊരു പ്ലാസ്റ്റിക്കിന്റെ കഷ്ടത്തിന്റെ പേരാണ് ലേസ്. അത് വിൽക്കാത്ത മുസ്ലിം കടകളുണ്ടോ? ഹറാമാണ്. സ്വന്തം നഫ്സിനെ കുട്ടികളെ നശിപ്പിക്കുന്ന ഈ വിൽക്കുന്നവൻ യഥാർത്ഥ വിശ്വാസിയല്ല. കാരണം എന്താ? അതും ഞാൻ പറഞ്ഞുതരാം. ഖുർആന്റെ ഒരു വചനം കേട്ടോളില്ല. ഖുർആനിന്റെ ഒരു വചനം, അതിലെന്താ പറയുന്നത് അറിയോ? സൂറത്ത് ആറാഫാണ് 7-ാം അധ്യായം 157. അള്ളാഹുവിന്റെ റസൂലിന്റെ നിയോഗവുമായി ബന്ധപ്പെട്ട് പറയാം. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه. ആയത്ത് പറയുന്നത് തൗറാത്തിലും ഇഞ്ചീലിലും പേര് മക്കളെ. ഈ ചായം തേച്ച എന്തൊക്കെ ചിക്കനാണ്? ഒരു ഹോട്ടലിൽ കയറി ചിക്കൻ കടായി, നമ്മൾ കടായിട്ട് തിന്നുന്ന പരിപാടി എനിക്കില്ല. ചിക്കൻ പൈസ തിന്നു, ചിക്കൻ കടായി, ചിക്കൻ 65 എന്തൊക്കെയാണ്, എന്തൊക്കെ അത് മാത്രം തിന്നാലേ നമ്മുടെ കുട്ടിക്ക്. എന്നിട്ട് ഒരു പെപ്സിയും കൂടെയും കൂടി കുടിച്ചാൽ മോനെ ജി എന്നേക്കായിട്ട് നശിച്ച് കേട്ടോ. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പെപ്സിയും കൂടെയും കുടിച്ചില്ല. കള്ളും കുടിക്കാം അങ്ങനെയാണെങ്കിൽ നിർണ്ണയിടത്ത് കള്ളു കുടിച്ചാൽ എന്താ ഉണ്ടാവുന്നത്? ശരീരം കേടിരും, മനസ്സ് കേടിരും. കോള കുടിച്ചാലോ ശരീരം കേടിരും, മനസ്സ് കേടുന്നൊന്നുമില്ല, അതിനുള്ള അവസ്ഥയിലില്ല. പക്ഷെ കിഡ്നി കേടിരും. ഇസ്ലാം എന്ത് വിലക്കിയിട്ടുണ്ടോ? ഇസ്ലാം കോള ഹറാമാണെന്ന് ഖുർആനിൽ എവിടെയില്ല, ഹദീസിൽ എവിടെയില്ല. പക്ഷെ ഖുർആൻ വായിക്കുന്നവർ അറിയാം അതെന്താണ്. എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കേണ്ടതെന്ന് അറിയുന്നത്? ഇന്ന് നമ്മൾ കഴിക്കുന്ന എന്തൊക്കെ ഭക്ഷണം നമുക്ക് ഉപേക്ഷിക്കേണ്ടതാണ്. കാരണം ഹലാലാവണം, ത്വയ്യിബാകണം. ചെറിയ കാര്യമൊന്നുമല്ല ഒരു വിശ്വാസിക്ക്. അതുകൊണ്ടാണ് സത്യവിശ്വാസിക്ക് ദുനിയാവ് ജയില. ഇന്നതൊക്കെ തിന്ന അന്നതൊന്നും തിന്നൂടാ. അത് പാടില്ല. ഞാൻ 2ാമത്തെ തവണ ആയിക്കൊണ്ടിരിക്കും. സത്യമായും ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് അമിതമായി തിന്നുക. ഇന്ന് ഇപ്പോ ഒരു ഉസ്താദിന്റെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഉണ്ടാക്കി. എന്താ? വ്യായാമം ചെയ്യുന്ന ആണും പെണ്ണും ആണ് സബ്ജക്ട്. വ്യായാമം ചെയ്യുന്നതിനെതിരല്ല അദ്ദേഹം. ആ വാചകത്തിൽ എവിടെ അതില്ല. പിന്നെന്താ ഉള്ളത്? ആണും പെണ്ണും ഇഖ്തിലാഫ്, ഇടകലരുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ ആണുങ്ങൾ ഒരു വരിയിൽ ഇങ്ങനെ നിൽക്കുക, നമ്മളെ നേരെ തിരിഞ്ഞ സ്ത്രീകളിൽ നിൽക്കുക. എന്നിട്ട് ടീഷർട്ട് ഇടുക, എന്നിട്ട് ഒരു മേലോട്ടും താലോ. എനിക്ക് തോന്നുന്നത് ആ തുള്ളല് 35 എട്ടവും ബാക്കിയൊക്കെ 2 എട്ടവും. ചെന്നുള്ള തുള്ളലാണ്. അതിനെപ്പറ്റിയാണ് ഉസ്താദ് പറയുന്നത്. ഉസ്താദ് മാത്രമല്ല ഞങ്ങളൊക്കെ പറയുന്നത്. ആരും അദ്ദേഹത്തെ പിടിച്ച് പൊങ്കാലിടണ്ട. ആ കാര്യത്തിൽ ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ. എന്തെല്ലാം സ്ത്രീകളെന്ന് ഇതുപോലത്തെ മൈതാനത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കേണ്ടി എന്നറിയോ? അമ്മിമലി അരക്കിൽ നിങ്ങൾ നിന്നോണ്ടാ, വേറൊന്നുമില്ല. ഞങ്ങൾക്കുള്ള അറ്റാക്ക് നിങ്ങൾക്കില്ലായിരുന്നു. നിങ്ങൾക്ക് ഉണ്ടായതെന്തുകൊണ്ടറിയോ? ഞങ്ങളുടെ കാലത്തൊക്കെ എൻ്റെ അമ്മ ഇന്നെ വരെ പഠിപ്പിച്ചിരുന്ന 2 ഒലക്കെട്ടിരിക്കുക. ഞാനിപ്പോഴും ഇടിക്കും. വരലിൽ 2 ഒലക്കെട്ടിട്ടിരിക്കുക. എത്ര എന്തൊരു രസമായിരുന്നു, എന്തൊരു താളമായിരുന്നു അതിന്. അമ്മിമേൽ അരച്ചിട്ട് നല്ല കറി ഉണ്ടാക്കുക, അതിലൊക്കെ ഒരു ടേസ്റ്റ് വരെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുക. അലക്കൽ മിഷനാണ്. അലക്കൽ മിഷൻ മാത്രമല്ല, ഞാൻ നല്ലൊരു വീട്ടിൽ പോയി. അത് ഞാനവിടെ ഒരു റൗണ്ടിലൊരു സാധനം ഇങ്ങനെ പ്ലഗിന് കുത്തി വെച്ച്. എനിക്കിതെന്താ സാധനം അറിയാം? അപ്പോഴാ പറയുന്നത് ഇത് വൃത്തിയാക്കുന്ന കമ്പ്യൂട്ടർ നിയന്ത്രണത്തിലുള്ള സാധനമാണ്. അത് മൂപ്പര് അവിടെ ചെന്ന വീട് മുഴുവൻ മൂപ്പര് വൃത്തിയാക്കി. നമ്മളിപ്പം വീട്ടിൽ നിന്ന് പുറത്തു പോകുക സ്ത്രീ ജോലിക്ക്, ഉള്ളതാണ് സ്വിച്ച് വെച്ചാൽ ഓള് വരുമ്പോഴേക്ക് വീട് കംപ്ലീറ്റ് തൂത്തുവാരി ക്ലീനാക്കി മൂപ്പര് പ്ലഗ് പോയി സ്വയം കയറി കുത്തിനോളൂ ആ സാധനം. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് വ്യായാമം ചെയ്യേണ്ടി വന്നത് നിങ്ങൾ അധ്വാനിക്കാത്തതുണ്ട്. പണ്ടെങ്ങനെയായിരുന്നു? അലക്കുക. അപ്പൊ അങ്ങനെ കൈ ഉയർത്തുന്നില്ല, അതുകൊണ്ട് കൈപ്പല പൊന്തിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ പൊന്താത്ത്? ഇത് പൊന്തിച്ചൊരു പണിയും ചെയ്യുന്നില്ല. ഇതുകൊണ്ട് ആകെ ചെയ്യുന്നെന്തറിയോ? ദാ കണ്ടോളിട്ടോ, സ്റ്റെപ്പെടുക്കുക, കട്ടില് കിടന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പിന്നെ കുറെ ഇങ്ങനെ കിടന്നു നോക്കി, പിന്നെ എങ്ങനെ പിടിച്ചു നോക്കി. അതിന്റെ വേദന ഞങ്ങൾക്ക് വിടാം. ഓർമ്മില്ല.
പിന്നെ ഇന്ന് വേറൊന്നും കൂടി ഉണ്ട്. ഇത് ഫുൾ ടൈം ഇങ്ങനെ കണ്ടിട്ടല്ലേ കുട്ടി പറയും, എന്താ ഉമ്മ എന്താ കാണുന്നത്, ഇങ്ങോട്ട് ഇരിക്കാൻ കുറച്ച് കാണണ്ടേ. ആ കുട്ടീനോട് ഞാൻ പ്രസംഗം കേൾക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടീൻ്റെ മുമ്പിൽ കാണാക്കണം, നല്ലതാണെങ്കിൽ ചീത്തയാണ്. ഭർത്താവ് പ്രബോധകനാണ്, സംഘടനയുടെ ആളാണ്. നാം വീട്ടിൽ വന്നിട്ട് 11 മണിക്ക് ഭാര്യന്റെ അടുത്തെത്തിയ പിന്നെ മൊബൈൽ കാണാൻ പോവോ? കാണാൻ പാടില്ല. എന്താ നല്ലതുപോലെ കാണാൻ പാടില്ല. എന്താ ഓളെ കൂടെ ചെലവഴിക്കേണ്ട സമയം അത്, അല്ലെങ്കിൽ കുറ്റം കിട്ടും. ഓളെ നിങ്ങളെ കാത്തൊക്കെയാണ്, ഓളൊടുത്തൊരുങ്ങി വന്നത് എന്തിനാണ്? നിങ്ങൾ കിട്ടേണ്ട അവകാശമൊക്കെ ഇടണം. അപ്പോഴും നിങ്ങൾ ഹുസൈൻ സലഫിന്റെ ആരിഫ് സലമിന്റെ പ്രസംഗിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് കൂലിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളെ മനസ്സിൽ ഓളുണ്ടാവില്ല, ഓളെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഒക്കെ തോന്നുന്നു അത്യാവശ്യം മിണ്ടി പറയുന്ന ഒരുത്തനെ വിളിച്ചാൽ എന്താ, അപ്പൊ നിങ്ങളില്ലാത്തപ്പോൾ വിളിക്കും. ഇത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാകുന്നില്ലെങ്കിലേ നിങ്ങൾ ഇറങ്ങിയാണ് നടന്നുകൂടി, എന്നിട്ട് എത്തുന്നിടത്ത് പോയാൽ ഇരുന്നാളി. ഇതെന്തുകൊണ്ട് ഭാര്യനോട് 1 മിനിറ്റ്, ഓഫീസിലെ പെണ്ണിനോട് 1.5 മണിക്കൂർ, പിന്നോട് മറ്റോന്റെ അടുത്ത് പോകില്ലേ? ഓള് ഓഫീസിൽ മറ്റോണ്ട് കൊഞ്ചിണ്ട്, ഇവനെ ഓഫീസിൽ മറ്റോളോടും കൊഞ്ചുണ്ട്. അപ്പം മൂപ്പത്തിക്ക് എന്താ പറയാ, മൂപ്പരിങ്ങനെ കൊഞ്ചുണ്ട്, മൂപ്പർക്ക് എന്താ പറയാ, ഓളും കൊഞ്ചുണ്ട്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. മക്കളും അങ്ങനെ തന്നെ. മക്കളിപ്പോഴും അവസ്ഥ എന്താ അറിയോ? മക്കൾ മുറ്റടിച്ചു തരും. അപ്പോ മക്കൾ സ്വന്തം ഡ്രസ്സ് അലക്കുവോ? വേണ്ട. ഉമ്മ വിളമ്പി വെച്ചത് മേലേന്ന് മട്ടുപ്പാവ് നിറങ്ങിയെന്ന് മര്യാദയ്ക്ക് തിന്നുവോ? അതുമില്ല. സത്യല്ലേ? അതങ്ങനെ ചിരിക്കുന്നത് സത്യല്ലേ? എത്ര തവണ വിളിക്കണം നിങ്ങളെ മക്കള്? ദീനില്ല, നിങ്ങളെ മക്കൾ നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളെ മക്കൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണ്ടോ? നേരത്തിന് ഭക്ഷണം കഴിക്കണ്ടോ? നിങ്ങൾ വിളമ്പി തിന്ന് തരാനെങ്കിലും അവർക്ക് കഴിയുന്നുണ്ടോ? പണ്ടെങ്ങനെയായിരുന്നു? മക്കളുണ്ടാവും, തക്കാളി മുറിക്കാൻ മോളുണ്ടാവും, വെണ്ടരിയ മോളുണ്ടാവും, പയറ് കട്ടിയ മോളുണ്ടാവും, തേങ്ങ തരണ്ട മോളുണ്ടാവും. ആരെങ്കിലും ഉണ്ടോ? മുറ്റത്തിന്റെ ചുറ്റിലുള്ള പുല്ല് പറിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മക്കൾക്ക്. ഇന്നതുണ്ടോ? അവരെ ഡ്രസ്സ് വൈകുന്നേരം വന്നാൽ അവർ അയച്ചയിലിട്ടല്ലേ ചെയ്യുക. അവരലക്കി കുളിച്ചിട്ടാണ് വീട്ടിലേക്ക് മരുവിന് കയറിയിരുന്നത്. എന്നിട്ട് ഖുർആൻ ഓതി നിസ്കരിച്ച് എന്തൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു അതിന്. അതുണ്ടോ? അതുണ്ടോ? പറഞ്ഞോളൂ, അതുണ്ടോ? സ്വന്തം വീട്ടിൽ അതുണ്ടോ? അതില്ലെങ്കിൽ എങ്ങനെ? വീട്ടിലെ മക്കൾ കയറി വരുമ്പോ ഉമ്മെന്നല്ല, ഞാൻ എന്റെ ഭാര്യനോടൊക്കെ പറയുന്നത് എന്താ അറിയാം, ഒരുപാട് പഠിച്ച കുട്ടിയായിരുന്നോള്, നിങ്ങൾ കോളേജ് പറഞ്ഞേക്കോ പഠിപ്പിക്കാനേ. ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിലെ കോളേജിലെ ലെക്ചറായിട്ട് ഒരുപാട് കുട്ടികളെ പ്രസവിച്ചോ? 11 മക്കളുടെ 5 ആൺകുട്ടികളുണ്ട്, 6 പെൺകുട്ടികളുണ്ട്. ഒരു നോക്കിക്കോട്ടെ, പഠിപ്പിച്ചോട്ടെ. ഒരു പഠിപ്പിക്കുന്നുണ്ട്, ഞാനും പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ ദീനും പഠിപ്പിക്കുന്നു, ഒരാൾ ദുനിയാവും പഠിപ്പിക്കുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയ അതോട് പഠിപ്പിക്കുന്നു. ആഖിറത്തോ അത് വാപ്പയും പഠിപ്പിക്കുന്നു. തിരിച്ചു ആകാം. അതില്ലെന്ന് വീട്ടില് മക്കൾ വരുമ്പോ ഉമ്മമാരില്ല, അപ്പന്മാരില്ല. ഈ പി ഉഷയുടെ ചില ടീച്ചേഴ്സ് വന്നിട്ട് പറഞ്ഞു, കുട്ടികളെ വീട് വിട്ടിട്ട് സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ പോകുന്നില്ല. പെൺകുട്ടികള് 4 മണിക്ക് സ്കൂൾ വിട്ടാൽ വൈകുന്നേരം 7 മണി വരെ സ്കൂളിന്റെ പരിസരത്തും അവിടുത്തെ കൂൾബാറിലും കയറിയിരുന്ന് പോകാൻ പറ്റില്ല. അപ്പൊ ആരാണ് ഈ കുട്ടികളെ സ്കൂൾ വിട്ടിട്ടും വീട്ടിൽ പോകുന്നതിനെ പേടിപ്പിക്കുന്നത്? ആരാ? ആ വീട്ടിന്റെ ഉമ്മ, ആ വീട്ടിന്റെ അമ്മ. ഞാൻ പറയും, നിങ്ങൾ ചങ്ങായി വിദ്യാഭ്യാസത്തിനെതിരാണ്, പെണ്ണ് ജോലിക്ക് പോകുന്നതിനെതിരാണ്. അങ്ങനല്ല, അങ്ങനെ മനസ്സിലാക്കണം. അവനവന്റെ മക്കളെ കുറിച്ചൊരു കാര്യബോധം ഉണ്ടാവണം. നിങ്ങൾക്ക് എവിടെ നേരം ഉണ്ടാവുക? നിങ്ങൾ തന്നെ ചിന്തിക്കും. നിങ്ങൾ വൈകുന്നേരം വന്ന് കച്ച വെച്ച് നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നാലും നിങ്ങൾക്ക് ജോലി തന്നെയല്ലേ? 4 മണിക്ക് ജോലി കഴിഞ്ഞ് 4:30 ആകുമ്പോഴേക്ക് ഭർത്താവ് വീട്ടിലെത്തി. ഇനി നിങ്ങൾ 5 മണിക്ക് എത്തിയെന്ന് വിചാരിക്കുക. നിങ്ങൾ 5 മണിക്ക് എത്തിയ പിന്നെ നിങ്ങളുടെ പരിപാടി ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റി കിച്ചണിൽ കയറി അന്ന് വൈകുന്നേരം മുതൽ രാവിലെ മുതലുള്ളതൊക്കെ എടുത്തു വെച്ച് അതൊക്കെ മടക്കി വെച്ച് ഡ്രസ്സൊക്കെ മടക്കി വെച്ച് ഭർത്താവിന്റെ അയൺ ചെയ്ത് എല്ലാം എടുത്തു വെച്ച് കുട്ടികളെ യൂണിഫോം ഒക്കെ ശരിയാക്കി ഭക്ഷണം വെച്ച് നിങ്ങൾ കിടക്കുന്നത് 12:30 കിടന്നിട്ട് നിങ്ങൾക്ക് ഭർത്താവിനോടൊന്ന് മിണ്ടാൻ പോലും നിങ്ങൾക്ക് മാനസികമായി കഴിയുന്നില്ല. എന്നിട്ട് നിങ്ങൾ രാവിലെ 4 മണിക്ക് എണീച്ചു പോവുക. എന്തിനാണ്? ഇപ്പൊ എന്താ പറയണേ? റഷ്യ എന്താ പറയണേ? പെണ്ണുങ്ങളോട് പറയാ, വീട്ടിലിരുന്ന് അത് ഈ ജോലിക്ക് പോകണ്ട, പെറ്റ് കുട്ടിക്കോ പൈസ അങ്ങോട്ട് തരുമോ? എന്താ? ആണുങ്ങളില്ല, യുവാക്കളില്ല. ചൈനയിൽ യുവാക്കളില്ല, ജപ്പാനിൽ യുവാക്കളില്ല, റഷ്യയിൽ യുവാക്കളില്ല. പ്രായം എന്നവരാണുള്ളത്. എന്താ? പെണ്ണുങ്ങളൊക്കെ ജോലിക്ക് പോയി, യുവാക്കളും. ഞാൻ കുറച്ച് ഉദ്ധരണികളൊക്കെ കൊണ്ടുവരുന്നു, പക്ഷേ സമയത്തിന്റെ ഒരു കുറവിന് എനിക്ക് നല്ല പേടിയുണ്ട്. ഒരുപാട് നോട്ടായിട്ട് ഞാൻ വന്നത്. പക്ഷെ ഒരു കാര്യങ്ങൾ ഓർക്കുക, സ്വന്തം വീട്ടിലേക്ക് ഇന്ന് മടങ്ങിയിട്ട് കൃത്യമായിട്ട് ഇരുന്നിട്ട് ഒരു റീഡിംഗ് നടത്തി നോക്കുക. സ്വന്തം മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹദീസ് മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു നല്ല ക്ലാസ്സിന് കയ്യും പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം, കുട്ടികളുടെ സ്കൂളിൽ ഞാനൊക്കെ നിരന്തരമായി പോകും. പേടിച്ചിട്ടാണ്, സ്നേഹം മാത്രമല്ല, പേടിച്ചിട്ട്.
നിരന്തരമായി പോകുക. ഇവർ ചോദിക്കും, മക്കളെ മോളെ, ഞാൻ എൻ്റെ മക്കളോട് ചോദിച്ചു, മോളെ ആരാ നിങ്ങളെ കൂട്ടുകാരികള്? കൂട്ടുകാരുണ്ടോ നിങ്ങൾക്ക്? ആൺകുട്ടികളുണ്ടോ കൂട്ടുകാര്? ആരാ അത്? ഒന്ന് കാണിച്ചുണ്ടാ. വീട്ടിൽ വരാൻ പറയും. വെക്കേഷനിൽ കുട്ടികളോടൊക്കെ വീട്ടിൽ വരാൻ പറയും. നിങ്ങളെ കൂട്ടുകാരുകൾ. ആ കുട്ടികൾ വരുന്നത് കണ്ടറിയാം നമ്മളെ മക്കൾ നന്നാകൂ കെടുകയോ. ആ കുട്ടികളുടെ ഡ്രസ് കോഡ് കണ്ടറിയാം നമ്മളെ കുട്ടിക്ക് പറ്റിയ കൂട്ടുകാരിയാണോ. പരലോകത്തെ ഏറ്റവും വലിയ വിലാപെന്താ? അക്രമികൾ കൈകടിക്കുന്ന ദിവസം. അവരുടെ വിലാപെന്താ? ചീത്ത കൂട്ടുകെട്ടായിരുന്നു. എനിക്ക് ചീത്ത കൂട്ടുകെട്ടായിരുന്നു. എന്റെ മൂത്ത മോള് കല്യാണം കഴിഞ്ഞു. ഇന്നലെ അവള് വന്ന അവളെ കൂട്ടുകാരത്തിന്റെ വീട്ടിൽ കല്യാണത്തിന്, അവളെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അവിടെ പോയി. ഞാൻ പറഞ്ഞു, കൊയിലാണ്ടിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഉപ്പ തൊട്ടടുത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് 1.5 കിലോമീറ്റർ അവിടെ വന്നിട്ട് വാപ്പി അവിടെ വന്നിട്ട് നോക്കും കുട്ടികൾ ആരാണുള്ളത്, എന്താണ്, എന്തിനാത്. നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുന്നു എന്ന് അവർക്ക് തോന്നുകയും നമ്മുടെ മക്കൾ നമുക്ക് പ്രധാനമാണ്, അവരുടെ നാശം നമ്മൾ കൊതിക്കുന്നില്ലെന്ന് മക്കൾക്ക് തോന്നുകയും ചെയ്താലല്ലാതെ. നിങ്ങൾ ആലോചിച്ചോ. ഞാൻ നിങ്ങൾക്ക് 1-2 വാചകങ്ങൾ പെട്ടെന്ന് കേൾപ്പിച്ചു തരാം. 1-2 വാചകങ്ങൾ.